ഇതിൻ്റെ ഗ്യാരണ്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളി. എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചോണ്ടി, അത്രയും പക്കയാണ്. സെപ്പറേറ്റും ചെയ്യേണ്ടത്, ഇതൊന്നും മിസ്സാവരുതെന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ സ്റ്റെയറിങ്ങിൻ്റെ വൃത്തി കണ്ടാൽ അത് എത്രത്തോളം ഫസ്റ്റത്തെ ഓണർ അത് പ്രീവിയസ് ഓണർ ഇത് എത്രത്തോളം അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെറ്റപ്പാക്കി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2013 സിംഗിൾ ഓണർ 180 തൊട്ട് 2024 വരെ കമ്പനി സർവീസുള്ള വണ്ടി. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊടുക്കുന്നുള്ളത് ഒരു 2013 ഇന്നോവ ടൈപ്പ് 3 ലുക്കിൽ, അതും വന്ന കണ്ടീഷനിൽ ചൂടോടെ ഇറക്കി തരാണ്. സർവീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വാട്ടർ സർവീസ് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. വാട്ടർ സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന് ജനറൽ ചെക്കപ്പ് 4 വീലും നയിച്ചിട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി ആവശ്യത്തിലെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ മേജറായിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ഒന്ന് വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് പോയി ഓയിലും അതുപോലെ കൂളൻ്റ് അങ്ങനത്തെ ആവശ്യമുള്ള കാര്യങ്ങൾ, മേജറായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഓക്കെ. അപ്പോൾ ഇത് ഉള്ളത് പറയാം, അത് ഓടിക്കാനുള്ളൊരു കംഫർട്ടബിൾ അത് ഫസ്റ്റ് തന്നെ പറയണം. കാരണം അത് അത്രയും പക്കയാണ്. ഇന്നോവ എടുക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളൊന്ന് സ്റ്റാർട്ടിങ്ങിലിട്ട് ഒരു സെക്കൻഡിലേക്ക് ഇട്ടൊരു ചാട്ടുണ്ട്. ആ ചാട്ടത്തിന് നല്ലൊരു ചാട്ടാണ്. അത് ഇതിനും ക്ലച്ചിൻ്റെ പ്രശ്നമല്ല കേട്ടോ, അങ്ങനെ വണ്ടിക്കുള്ള കംപ്ലൈൻറ്റ് ഇതാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ദമ്മറിയാം. ഏകദേശം 1,80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2024 ലാസ്റ്റ് വരെ കമ്പനി സർവീസ് പോയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ 13V ടൈപ്പ് 3 ലുക്കിൽ, അതും അവിടുന്ന് വന്ന കണ്ടീഷനിൽ PBന്ന് വന്ന കണ്ടീഷനിൽ ഉള്ള വണ്ടിയാണ്. നല്ല പക്കാ വണ്ടി എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയറിൽ ചെറിയ മൈനർ ആയിട്ടുള്ള സ്ക്രാച്ച് ഉണ്ട്, നല്ല വേറെ ഒന്നും പറയാനില്ല. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഫേസ് നോക്കാം. ഫ്രണ്ട് ഫേസ് നോക്കി ബോണറ്റോ കാര്യങ്ങളൊക്കെ ഒരു ഷേപ്പ് നോക്കി, ബോഡി ഷേപ്പുള്ള കിഡിലം വണ്ടിയാണ്, കിഡിലം ബോഡി ഷേപ്പ് അതിന്. അതുപോലെ ഇവിടെ അടിയിൽ ബമ്പർ യൂണിറ്റിൽ ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ട് ഓക്കെ. അതുപോലെ ഇത് ചളി കേട്ടോ, ഒന്ന് തുടച്ചാൽ പോകും. പിന്നെ ഇവിടെ ഒരു ചളിയുണ്ട്, ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാണ്ട് ചെറിയ സ്ക്രാച്ചസ്, മൈനർ ആയില്ല സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. മേജറായിട്ടുള്ള ഇടിയില്ല തട്ടില്ല എന്ന് ഫ്രണ്ട് ഭാഗം കണ്ടറിയാം. നമുക്ക് ബോണറ്റിന് തുറന്ന് ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്ത് കൊടുക്കാം, നാണ് കഴിയുമല്ലോ. നോക്കിക്കോളി ഫ്രണ്ട് ഏരിയ നോക്കിക്കോളി. മേജറായിട്ട് ഫസ്റ്റ് അബ്രോൺ കാണിച്ചു കൊടുത്തോ. അബ്രോണിൽ നിന്ന് ഇങ്ങനെ പോന്നോ, അല്ല കറക്റ്റ് പേസ്റ്റിങ്, കമ്പനി പേസ്റ്റിങ് ഉണ്ട്. അതുപോലെ തട്ടില്ല മുട്ടില്ല മേജറായിട്ട് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഇതിൻ്റെ ഗ്യാരണ്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളി. എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചോണ്ടി, അത്രയും പക്കയാണ്. ഓടിക്കാനൊക്കെ പക്ക മിയാ കണ്ടീഷൻ. അതുപോലെ ഫ്രണ്ട് ഏരിയ ഇതാണ്, ടൈപ്പ് 3 ലുക്കിൽ കിടിലം വണ്ടി. അതുപോലെ പിന്നെ റീപ്ലേസ് എന്ന് പറയാൻ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അത് ഒരുവിധം എല്ലാ വണ്ടിക്കും, മൈനറായിട്ടുള്ള വണ്ടികൾ ഏതെങ്കിലും ചുരുക്കം വണ്ടിക്ക് മാത്രം നമുക്ക് കിട്ടാതെ ഉള്ളൂ. ഇത് റീപ്ലേസ്മെൻറ്റ് കിട്ടാതെ വരലുള്ളൂ. നമുക്ക് ഇൻറ്റീരിയർ ഭാഗം ചർച്ച ചെയ്യാം വാ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ സൈഡും ബാക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇൻറ്റീരിയർ ഭാഗം നോക്കി ഫസ്റ്റ് സ്റ്റെയറിങ്ങിൻ്റെ ഒരു ഇത് വൃത്തി കാണിച്ചെടുത്താൽ, ഈ സ്റ്റെയറിങ്ങിൻ്റെ വൃത്തി കണ്ടാൽ അത് എത്രത്തോളം ഫസ്റ്റത്തെ ഓണർ അത് പ്രീവിയസ് ഓണർ ഇത് എത്രത്തോളം അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം 180 ഓടിയ വണ്ടിയുടെ ലോഗോ, അതുപോലെ സ്റ്റെയറിങ്ങിൻ്റെ ഒരു യൂസ് ഇത്രയും ഹാർഡായിട്ട് യൂസ് ചെയ്തിട്ടില്ല ഇതിമ്മ തന്നെ മനസ്സിലാക്കാം. ഇത്രയും വൃത്തിയിലൊരു നീറ്റ് സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ ഡാഷ് ആണെങ്കിലും കമ്പനി സ്റ്റീരിയോ ആണെങ്കിലും സീറ്റ് കവർ ആണെങ്കിലും ഒക്കെ മിയ വൃത്തി എന്ന് പറഞ്ഞാൽ പക്ക. ഇൻറ്റീരിയർ പക്കയാണ്, മിയാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെച്ചാൽ നമുക്ക് ശീലമായി പോയിട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, റൂഫൊക്കെ നോക്കിക്കോ, റൂഫൊക്കെ വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളൂ. ഈ വണ്ടി വന്നപ്പോൾ തന്നെ പക്കയാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചങ്ങായി ഓടിച്ചാൽ മതി. ഗിയർ ബോക്സും കാര്യങ്ങളും ഇൻറ്റീരിയർ മൊത്തത്തിൽ പക്ക ഓക്കെ, ഒന്നും പറയാനില്ല. അതിൽ ഞാൻ ഒന്നും പറയണില്ല. ഇനി ബാക്ക് റോ പറഞ്ഞ് നോക്ക്. ബാക്ക് റോ ആണെങ്കിലും നോക്കിയിട്ട് എന്താ വൃത്തി നോക്കിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വൃത്തിയിൽ വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ കണ്ടോളി, വന്ന കണ്ടീഷൻ കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. വന്ന കണ്ടീഷനിലൊക്കെ ഇത്രയും വൃത്തി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാണ് ഓക്കെ. ഇനി നേരെ നമുക്ക് ബാക്ക് പ്രൊഫൈലിലേക്കാണ് വരാം. ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സ്പോയിലർ വന്നപ്പോൾ ഇതിലുണ്ട്, അത് നമ്മൾ ചെയ്തതല്ല. അതുപോലെ ഇന്നോവ നിക്ലിംഗ് ടൈപ്പ് 3 V ഓപ്ഷൻ്റെ ബാഡ്ജിങ് 2.5, ബമ്പർ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ റിഫ്ലക്ടർ ഉണ്ട്. സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുത്തോ ഒന്നുമില്ല. ഇവിടെ ചെറിയൊരു ഡോട്ട് ഉണ്ട്. അതുപോലെ ഈ ഡിക്കിൻ്റെ ഇവിടെ ചെറിയ ഡോട്ട് ഉണ്ട്. അത് വേണമെങ്കിൽ തട്ടിയിട്ട് വൃത്തിയാക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് യൂസ് ആക്കാം. കാരണം ഒരു എന്താ പറയുക, ഒരു പുതിയ വണ്ടി എടുത്തിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് കൊണ്ടിറക്കണ മാറ്റി തന്നെ ഉണ്ട് ചെറിയ സ്ക്രാച്ചസ്. നാട്ടിൽ കൂടെ ഓടുന്ന വണ്ടി എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിൽ ഈ വണ്ടി ഉണ്ട്. പുറത്തുനിന്ന് വന്ന് വെച്ചാൽ അതിൻ്റെതായുള്ളൊരു ഇടി ഒന്നും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഒന്നുമില്ല, പക്ക ഓക്കെ. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കിക്കോ. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഈ 3 ഗ്ലാസും മാറിയിട്ടില്ല, റീപ്ലേസ്മെൻ്റ് ഇല്ല. 13 ഓക്കെ. സൈഡ് പ്രൊഫൈലിൽ ഇതാക്കുന്ന ടൈപ്പ് 3ൻ്റെ ബീഡിയും കാര്യങ്ങളും. ടയർ ഭാഗം ഏകദേശം ആവറേജ് ഉള്ളൂ, ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ആവറേജ് ഉള്ളൂ കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് പോയിട്ടുണ്ട് ഓക്കെ. അല്ലാതെ ഇവിടെ പെയിൻറ്റ് ചെറിയ ബീഡിങ്, ഇവിടെ ചെറിയൊരു ഡോട്ട്, അതുപോലെ ഇവിടെ ചെറിയൊരു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന വണ്ടീൻ്റെ ആ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ നിന്ന് വന്നിട്ട് തന്നെ ഓക്കെ.
ഇനി നമുക്ക് ഈ ഒരു പ്രൊഫൈലുമാണ് കാണിച്ചത്, ഈ സൈഡ് പ്രൊഫൈലാണ് കാണിച്ചത്. ഇതിൻ്റെ ബാക്ക് ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. 13 ഇതൊക്കെ ഒറിജിനൽ ഗ്ലാസ് ആണ്, റീപ്ലേസ്മെൻറ്റ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ. സൈഡ് പ്രൊഫൈലാണെങ്കിലും 4 ടയർ ആവറേജ് ടയറുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കിട്ടോ എന്താ കണ്ടീഷന്, നല്ല ബോഡി ഷേപ്പ് ഉള്ളൊരിത്. അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ ചെറിയൊരു പൊട്ടുണ്ട് ഈ ലൈറ്റിൻ്റെ ഇവിടെ. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വരിക, അതൊക്കെ വന്ന കണ്ടീഷനിലുള്ള വണ്ടിയാണ്, കൊണ്ടുപോയിക്കോളൂ, ഇതൊന്നും പറയാല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ ഈ വണ്ടീൻ്റെ ഒരു സെറ്റപ്പ്, മനസ്സിലായോ? ഫ്രണ്ട് ആണെങ്കിലും സൈഡ് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും. ഈ ഒരു സൈഡ് മാത്രം കുറച്ചൊരു ചെറിയൊരു ഒര, അല്ലാതെ വേറെ തട്ടുണ്ടായില്ല. ബമ്പർ ചെറുതായിട്ട് ഇങ്ങനെ അത് ലോക്കിട്ട് റെഡി ആക്കിയാണല്ലോ. സെറ്റപ്പാണ് വണ്ടി, കണ്ടീഷനിലേക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സെറ്റപ്പാക്കി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 2013 സിംഗിൾ ഓണർ 180 തൊട്ട് 2024 വരെ കമ്പനി സർവീസുള്ള വണ്ടി. ഓക്കെ, അപ്പം ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 6,75,000 റുപ്യക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. 6,75 വിത്ത് NOC കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. ആധാർ പ്രൂഫ് എന്താ വെച്ചാൽ കൊണ്ടുവന്നോളി. നിങ്ങളുടെ പേർക്ക് NOC എടുക്കാൻ വണ്ടി കൊണ്ടുപോകുക. 6,75,000 റുപ്യക്ക് NOCയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ മുതലാണത്. ഇതിൻ്റെ ഗ്യാരണ്ടിയിൽ ഞാൻ തരും, കാരണം അത്രയും പക്കയാണ്. ഞാൻ ഇപ്പോൾ ഓടിച്ച് വന്നിട്ട് ഞാൻ വീഡിയോ വേറെ സെപ്പറേറ്റും ചെയ്യുന്നുണ്ട്. ഇതൊന്നും മിസ്സാവരുതെന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വ്ളോഗൊക്കെ കണ്ടിട്ട് വിളിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ഇനിയും കാണാം. അപ്പം കൂടുതൽ വീഡിയോസുകളൊക്കെ വരും. നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ ഫസ്റ്റാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ശരി, ഇൻഷാ അല്ലാഹ്.